ഈ പടം കണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി എക്സ്ട്രാ ഓർഡിനറി പടമാണ്. ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിന്, അതുപോലെ നമ്മുടെ ദളപതി ബോയ്സിനൊക്കെ ഈ പടം നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി പടമായിരിക്കും. പക്ഷെ ഈ പടത്തിന് ഇപ്പൊ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടാണെങ്കിൽ കൂടി ഈ പടത്തിന് എന്തായാലും ആൾക്കാർ കയറും. ബിക്കോസ് എന്താ, വിജയുടെ അവസാനത്തെ പടമാണ്. ആഫ്റ്റർ ലോങ് ബാറ്റിൽ ആൻഡ് ഹാർഡിൽസ് മാൻപമിகு തമിഴ്നാട് മുതലமைச்சர் ശ്രീ ജോസഫ് വിജയ് നടിക്കും ജനനായകൻ റിലീസിനെത്തി. ഈ പടത്തിലെ 2 ഡയലോഗ്സ് എനിക്ക് വളരെ റെലവെന്റ് ആയി തോന്നി. ഇതിലെ മമിത ബൈജുവിന്റെ കൂട്ടുകാരി പറയുന്ന ഡയലോഗ് ഉണ്ട്, ഏയ് പടത്തോടെ മാസാണ് സംഭവത്തിനാണെങ്കിൽ പാത്തിട്ടേണ്ടിന്ന്. അതായത് ഇതിലെ വിജയ് തന്റെ റിയൽ ലൈഫിൽ കാണിച്ച മാസ്, അതായത് തന്റെ ഒരു പടം റിലീസ് ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ഈ പടം എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇതിൽ മമിത ബൈജു പറയുന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്, ജയ് ബാലയ്യ. അതായത് ഇത് ഭഗവത് കേസരിയുടെ റീമേക്ക് ആയതുകൊണ്ട് ബാലയ്ക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ നമ്മുടെ ബാലയുടെ ഡാക്കു മഹാരാജിന്റെ ഇന്റർ ബ്ലോക്ക് ഒക്കെ തിയേറ്ററിൽ കാണിച്ച് മമിത ബൈജു വിസിലടിക്കുന്ന സീനൊക്കെ ഉണ്ട്. സോ എനിക്കും അത് കണ്ടപ്പോൾ അതാണ് പറയാനുള്ളത്, ജയ് ബാലയ്യ. ഭഗവത് കേസരി പടം ഇറങ്ങിയ സമയത്ത് അതിൽ ആ ലോറി വർത്തണ സീനും അതുപോലെ മറ്റേ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഞാൻ ബാലയ്യനെ കുറെ കളിയാക്കിയിട്ടുണ്ട്, അതിന് ഞാൻ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് മാപ്പ് ചോദിക്കാനുള്ള മറ്റൊരു വ്യക്തിയാണ് ശ്രീലീല. അതായത് ഈ പരാശക്തി സിനിമ ഇറങ്ങിയ സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവരുടെ വെറുപ്പിക്കൽ കണ്ട് ഞാൻ കുറെ കുറ്റം പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ മമിത ബൈജുവിന്റെ ക്യാരക്ടർ കണ്ടപ്പോൾ ഭഗവത് കേസിൽ അവരുടെ റോൾ അത്രയ്ക്ക് വെറുപ്പിക്കാത്ത രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൺസ് അഗെയിൻ മാപ്പ്. ഈ പടത്തിന്റെ ഡയറക്ടർ എച്ച് വിനോദ്, നമുക്കറിയാം കരിയറിന്റെ തുടക്കത്തിൽ 2 എക്സ്ട്രാ ഓർഡിനറി പടങ്ങൾ തന്ന് പിന്നെ നമ്മുടെ തലജിത്തിന്റെ പെട്ട് ഹിറ്റൊന്നില്ലാണ്ട് നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് തളപതിയുടെ അവസാനത്തെ പടം പുള്ളിക്ക് സംവിധാനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. പിന്നെ പുള്ളി ഈ പടം സംവിധാനം ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു 101% തളപതി പടമായിരിക്കും. പിന്നെ ഈ പടത്തിന്റെ റിലീസൊക്കെ തടയപ്പെട്ട് പിന്നെ ഇതിന്റെ സെൻസറിങ് പ്രശ്നങ്ങൾ, അതേപോലെ ഇതിന്റെ കോപ്പി ലീക്കായതൊക്കെ വന്ന സമയത്ത് പുള്ളി പറയുന്നുണ്ടായിരുന്നു, എനിക്കിതിന്റെ പിന്നെ സത്യങ്ങളൊക്കെ അറിയാം, പക്ഷെ പുറത്ത് പറയാൻ പേടിയാണ്. ആ സമയത്ത് പുള്ളി ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ പുതിയ നിയമത്തിലെ നയൻതാരയുടെ കരച്ചിലാണ്. അതായത് എല്ലാവരും കൂടി ചേർന്ന് പുള്ളിനെ അങ്ങനെ പീഡിപ്പിച്ചിട്ട് പുള്ളി മൊത്തം വിഷമത്തിലായിരുന്നു. അതായത് ഈ പടം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. ആക്ച്വലി ആദ്യം ഇദ്ദേഹം വിജയ്ക്ക് കൊടുത്ത വേറൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു, പിന്നെ വിജയാണ് ഭഗവത് കേസരി റീമേക്ക് ചെയ്താൽ മതി എന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞതെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഭഗവത് കേസരിയുടെ അത്രയും വന്നിട്ടില്ല ജനനായകൻ. ആക്ച്വലി സ്ക്രീൻ പ്രസൻസ് ഒക്കെ വെച്ച് നോക്കുക വെച്ചാൽ വിജയ് തന്നെയായിരുന്നു അടിപൊളി. പക്ഷെ ഭഗവത് കേസരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയ്യയുടെ കുറെ ബിൽഡപ്പും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊരു ചെറിയ പടമായിരുന്നു. അതായത് സിമ്പിൾ ആയിട്ട് ആ കഥ എന്താ വെച്ചാൽ അതുകൊണ്ട് പറഞ്ഞു പോവുക. ഇതെന്ന് പറഞ്ഞാൽ ഭഗവത് കേസരിയിൽ കുറെ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു തെലുങ്ക് പടം ഒരു ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് ഒരു പടം റീമേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർ കുറെ അവരുടെ കയ്യിൽ നിന്ന് കുറെ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ അയ്യപ്പനും കോശി റീമേക്ക് ചെയ്ത സമയത്ത് നമ്മുടെ പവൻ കല്യാൺ കൈയൊക്കെ വലിച്ചു പറിച്ചെടുക്കും. അതുപോലെ നമ്മുടെ പൊറിഞ്ചു മറിയൻ ജോസ് നാഗാർജുന റീമേക്ക് ചെയ്ത സമയത്ത് അതിലെ മറിയനെ കൊണ്ട് ഗ്ലാമറസ് ആയിട്ടുള്ള കുറെ ഡ്രസ്സൊക്കെ ഡീപ്പിച്ച് നടത്തണമൊക്കെ ഉണ്ട്. സോ യുവമാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തെടുത്ത് നാശാക്കും. പക്ഷേ ഒരു തെലുങ്ക് പടം സിമ്പിളായിട്ട് അതിന്റെ റീമേക്ക് തമിഴിൽ എടുത്തിട്ട് അതിനേക്കാളും ഒരു ബ്രഹ്മാണ്ഡ രീതിയിൽ അല്ലെങ്കിൽ ഒരു കത്തിയായിട്ട് എടുത്തത് ഞാൻ ഈ സിനിമയിലാണ് കണ്ടിട്ടുള്ളത്. ആക്ച്വലി ഭഗവത് കേസിൽ സിമ്പിളാണ് എല്ലാം. അതായത് ഇപ്പോൾ ഒരു വില്ലനാണ്, അയാൾക്ക് എന്തോ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ട്, അയാൾ ആ ഇന്ത്യയിൽ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പക്ഷെ ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ പുള്ളി ആഫ്രിക്കയിൽ പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്. അത് നമുക്ക് കണ്ടുകൊണ്ട് തീർന്നില്ല ഇത് സാധനം കണ്ടിട്ട്. പിന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സിനോട് എടുക്കുന്ന സമയത്ത് ഒരു സീൻ ഉണ്ട്, അതായത് കുറെ റോബോട്ട്സ് ഒക്കെ ഒന്ന് ഫയർ ചെയ്യണതും പിന്നെ കുറെ പട്ടിയുടെ ഷേപ്പുള്ള റോബോട്ടും ഒക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഈ അടുത്ത് മണ്ണാർക്കാട് ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ നടന്നിട്ടുണ്ടാവും ഈ കുറെ മെർമൈഡ് ഷോ എന്നൊക്കെ പറഞ്ഞ കുറെ എക്സിബിഷൻ. അപ്പൊ ഞാൻ അങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു യന്ത്രമനുഷ്യനെയും പിന്നെ രാജപാളയം പട്ടയുടെ ഷേപ്പുള്ള ഒരു റോബോട്ടിനെയും കണ്ടു. ഈ പട്ടി ഇങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ട് നടക്കും. ഈ റോബോട്ട് എന്ത് വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ ഹായ് ഹലോ യോയോ എന്നൊക്കെ പറഞ്ഞ സെൽഫി ഒക്കെ എടുക്കും. ലുലു മാളിലോ അവിടെ വെച്ച് ഈ എച്ച് വിനോദും കണ്ടിട്ടുണ്ടാവും. പുള്ളി അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇതിലേക്ക് ഈ പടത്തിൽ എടുത്തിട്ടുണ്ടാവുക. പിന്നെ ഈ പടത്തിലെ വില്ലനായി വന്നിട്ടുള്ള നമ്മുടെ ബോബി ഡിയോള്, പുള്ളിയുടെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിലും അർജുൻ രാംപാൽ ഫാർ ബെറ്റർ ആയിരുന്നു. ഇതിൽ ഈ പുള്ളി ആഫ്രിക്കനെ വിറപ്പിച്ച ആളാണ്, മറ്റേ കെനിയെ പോയിട്ട് നശിപ്പിച്ച ആളാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ബിൽഡപ്പ്. പുള്ളിക്ക് ഇതിൽ 2 പേരുണ്ട്, ഹിംലർ എന്നൊരു പേരുണ്ട്, പിന്നെ പൂജാരി അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. അതായത് പുള്ളി വലിയ സംഭവമൊക്കെ ആയിട്ടൊക്കെയാണ് കാണിച്ചത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രകാശ് രാജ് പുള്ളിനെ ചെട്ടിപ്പുറത്ത് നിർത്തുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന സീനിൽ നമ്മുടെ ചന്ദ്രേട്ടൻ അവിടെ സിനിമയിൽ ദിലീപ് പറഞ്ഞി നീയല്ലേ ഞാനല്ലേ നീ, അങ്ങനെയൊക്കെ ഓരോ ഡയലോഗൊക്കെ പുള്ളി അടിക്കുന്നുണ്ട്. സോ പുള്ളിയുടെ കഥാപാത്രം നല്ല വെറുപ്പിക്കലായിരുന്നു. പിന്നെ ഈ പടത്തിൽ പ്രകാശ് രാജിന്റെ റോള് ശക്തനായ ഒരു പൊളിറ്റീഷ്യൻ, റോജാ രംഗസ്വാമി എന്നോ അങ്ങനെ എന്തോക്കെയാണ് പുള്ളിയുടെ പേര്. ഫസ്റ്റ് ഹാഫിലൊക്കെ പുള്ളിനെ ഒരു മെയിൻ വില്ലൻ എന്നുള്ള രീതിയിലൊക്കെ ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മീശയൊക്കെ പിരിച്ച് മറ്റേ ഒരു വിഗൊക്കെ വെച്ച് ഇതേ വിഗ് മറ്റേ പ്രിയാമണിക്ക് സെക്കൻഡ് ഹാഫിൽ പുള്ളി കൊടുക്കുന്നുണ്ട്. പുള്ളി അങ്ങനെയാണ്, എന്തിനും ചെയ്യാൻ പഠിക്കാത്തൊരു പൊളിറ്റീഷ്യൻ. അതേപോലെ വിജയും പ്രകാശ് രാജും കണ്ടുമുട്ടുന്ന സീനിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സീനുണ്ട്. അതായത് പ്രകാശ് രാജിന്റെ മകനായിട്ടാണോ അഭിനയിച്ചിരുന്നതെന്ന് അറിയില്ല, മറ്റേ
ചില മലയാള പടങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ അഭിലാഷ് പിള്ളയുടെ ഒക്കെ ഒരു ട്വിൻ എന്നുള്ള രീതിയിൽ തോന്നുന്ന ഒരു നടൻ. പുള്ളി ഇങ്ങനെ കിക്കിന്ന് ചിരിക്കുന്ന സമയത്ത് വിജയ് കത്തിയും കൊണ്ട് കുത്തുണ്ട്. അതായത് മറ്റേ മര്യാദരാമനിൽ മറ്റേ ശ്രീകുമാറിന് സംഭവിക്കുമ്പോഴും മറ്റേ ബീച്ചിൽ മറ്റേ അമ്മമ്മ മരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആ സീനിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിൽ മമിത ബൈജുവിന്റെ റോള് അത് ഇത്ര മെനയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇവർ ആ ടെഡി ബിയർ തട്ടിപ്പറിക്കാൻ പോണ സീനും, അതുപോലെ അവർക്ക് മറ്റേ ഫോബിയ വരുന്ന സമയത്തും ക്യൂട്ട്നെസ് കാണിക്കുന്ന സമയത്തും പിന്നെ അവരുടെ ഡയലോഗ് ലെവലൊക്കെ വളരെ മോശമായിരുന്നു. അതായത് ആ മറ്റേ ഇന്റർവെൽ ബ്ലോക്കിന് മുമ്പ് ആ ഗുണ്ടകളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അവർ കെഞ്ചണ സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറായിരുന്നു. പിന്നെ ഈ പടത്തിൽ അവരുടെ നായകനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ അസുരൻ സിനിമയിൽ ധനുഷിന്റെ മകനായി അഭിനയിച്ച ആളാണ്. പിന്നെ മൂപ്പരുടെ അച്ഛനായിട്ട് വന്ന് വെറുപ്പിച്ചത് നമ്മുടെ കാർത്തിക് സുബ്ബരാജിന്റെ അച്ഛൻ സുബ്ബരാജാണ്. അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ ഈ പടം ഒരു രാഷ്ട്രീയ പ്രൊപ്പഗാൻഡായിട്ട് വരുന്നതാണ്. വിജയുടെ അവസാനത്തെ പടമാണ്. സോ വിജയിനെ കുറെ പൊക്കി പറയാൻ കുറെ ആൾക്കാർ വരണം. സോ ബിൽഡപ്പിന് വേണ്ടിയുള്ള എല്ലാ ആൾക്കാരും ഈ പടത്തിലുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മുടെ നിഴൽകൾ രവി. KGF വന്നതിന് ശേഷം പുള്ളിയുടെ നരേഷന് വലിയൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. അതുപോലെ മറ്റേ വിജയ് സാഗർ, അതായത് നമ്മുടെ രാക്ഷസ സിനിമയിൽ മറ്റേ മാഷായിട്ട് വന്ന ആള്, പുള്ളി അതെ എപ്പോഴും ഒരു ഗുണ്ടയായിട്ട് വരും, എന്നൊരു നായകനെ കണ്ട് അങ്ങനെ വരണ്ട് ചുഴലി പിടിച്ചെന്ന് പിന്നെ പോവും. പുള്ളി ഈ പടത്തിലുണ്ട്. പിന്നെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നേർക്കൊണ്ട പറവയിലെ ഡോക്ടർ, അതായത് തെറിയിലെ വിജയൻ അമ്മായച്ചനൊക്കെ ആയിട്ട് അഭിനയിച്ച പുള്ളിക്കാരനുണ്ട്. സംഭവം പണതിലെ റെക്കോർഡ് പന്നവനെ പാത്രക്കിങ്കള എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി വരുന്നുണ്ട്. പക്ഷെ ആ സീന് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഭഗവത് കേസരിത്തെ ആ സീന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മറ്റേ വയറ്റത്ത് തീയിട്ട് ചായ ചൂടാക്കുന്ന സീനൊക്കെയാണ്. പക്ഷെ അതിനേക്കാളും ഈ സീൻ മറ്റേ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ സമയത്ത് ആ ഫ്ലാഷ് ബാക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ വന്നു പോകുമ്പോൾ അനിരുദ്ധിന്റെ BGM ഇട്ടുള്ളൊരു സംഭവം അത് നല്ല പെടയായിരുന്നു. പിന്നെ ഈ പടത്തിലെ ഇൻട്രോ സീനിൽ എന്ന് പറഞ്ഞാൽ ഇൻട്രോ സീനിൽ തന്നെ ഈ പടത്തിന്റെ ഒരു ലെവൽ നമുക്ക് കിട്ടും. അതായത് തുടക്കത്തിൽ മറ്റേ ഭഗവത് കേസരിയിൽ ഒരു വെള്ളം കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇവിടെ ഒരു അപ്പൂപ്പനെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ വെറുപ്പിക്കാൻ വേണ്ടി മറ്റേ ജയിലറിലെ ആ പുള്ളിക്കാരൻ വരുന്നുണ്ട്. മറ്റേ വിനായകന്റെ ഫ്രണ്ടായിട്ട് ഒരു ഒരാൾ വരുന്നുണ്ടല്ലോ, അയാൾ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളിലും മറ്റേ MGRനെ കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻട്രോ സീനിൽ. അതായത് വിജയ് വരുന്ന സമയത്ത് പുള്ള മറ്റേ എന്തൊക്കെ തട്ടി മറിഞ്ഞ് നേരെ പോയി തീയൊക്കെ പിടിച്ച് അവിടെ ഒരു MGRന്റെ ഫോട്ടോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വിജയ് വരുന്നത്. പിന്നെ ഇത് വിജയുടെ അവസാനത്തെ പടമാണ്. സോ അദ്ദേഹത്തിന് നല്ലൊരു ഫെയർവെൽ കൊടുക്കണം എന്ന് വിചാരിച്ച് പണിയെടുത്ത് ഒരേ ഒരാള് അനിരുദ്ധ് മാത്രമാണ്. അതായത് ആക്ച്വലി അടിപൊളി BGM. അതായത് ഈ പടത്തിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ BGM ആയിരുന്നു. അതായത് വിജയുടെ ഇൻട്രോ സീനിൽ കൊടുത്ത BGM ഒക്കെ അടിപൊളിയായിരുന്നു. ആ സീൻ എങ്ങനെയാവട്ടെ. അതുപോലെ നമ്മുടെ മമിത ബൈജുവിന്റെ ഫൈറ്റ് സീൻ സമയത്ത് ഒരു BGM കൊടുക്കുന്നുണ്ട്. ആ ഫൈറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അനിയുടെ BGM അടിപൊളിയായിരുന്നു. പിന്നെ ഈ പടത്തിലെ രാവണ മാവണ്ട എന്നുള്ള പാട്ട് അവിടെ ഈ സീനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സീനെ എലവേറ്റ് ചെയ്യണതിൽ ഇതിന്റെ ഒരു പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് നമ്മുടെ TVക്കൊക്കെ ഒരു ആനന്ദം ഉണ്ടായിരുന്നെങ്കിൽ കൂടി വിജയുടെ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു സോങ് എന്ന് പറഞ്ഞാൽ ഈ രാവണ മാവണ്ട എന്നുള്ളൊരു പാട്ടായിരുന്നു. ഇവിടെ ഈ ചെന്നൈയിലൊരു ടോക്ക് ഉണ്ട്, രാവണ മാവണ്ട പാടിയിട്ട് തന്നെ വിജയ് ജയിച്ചു എന്നൊക്കെ. സോ അനിരുദ്ധിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് വളരെ 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 വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഇത്. പിന്നെ വിജയ് പിന്നെ ബന്ധുജന നിയമനമൊക്കെ നടത്തുന്നുണ്ട് ഈ സിനിമയിൽ. അതായത് ഈ പടത്തിൽ മറ്റേ ലോകേഷ് കനകരാജ് ഉണ്ട്, ആറ്റ്ലി ഉണ്ട്, പിന്നെ നെൽസൺ ഉണ്ട്, പിന്നെ പുള്ളിന്റെ പാർട്ടിയിലൊരു 2-3 MLA-മാരുണ്ട്. പിന്നെ മറ്റേ ഈ തളപതി കച്ചേരി പാട്ടിൽ തങ്കമ്മേ തളപതി എന്ന് പറഞ്ഞ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറൊക്കെ വരുന്നുണ്ട്. തമിഴ്നാട്ടിലെ യൂട്യൂബ് നന്മപരമായിട്ടുള്ള മദൻ ഗൗരി ഈ പടത്തിൽ വരുന്നുണ്ട്. പുള്ളി ഒരു ഇന്റലിജൻസ് ഏജന്റ് ഒക്കെ ആയിട്ടൊക്കെയാണ് വരുന്നത്. ഒറ്റ വെടിക്കന്നെ പുള്ളി തീരുന്നുണ്ട്. ഇപ്പൊ ഈ കുറെ പേരോട് ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇത് തളപതിയുടെ അവസാനത്തെ പടമാണ്, സോ ഫാൻസിനൊക്കെ ഒരു ട്രീറ്റ് ആയിട്ടാണ് ഈ പടം ഇറക്കണത്, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയണത്. ഇപ്പൊ ഈ തുപ്പാക്കിയും കത്തിയൊക്കെ ഫാൻസിന് ഒരു ട്രീറ്റ് ആയിരുന്നില്ലേ. അതായത് ഈ വിജയുടെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മൈൽ സ്റ്റോൺ ഒക്കെ പുള്ളി എന്തെങ്കിലും ചെയ്തു വെക്കും. അതായത് പുള്ളിയുടെ 50ാമത്തെ പടമായിരുന്നു സുറ. ആക്ച്വലി ഈ പടം സുറ ലെവലിലേക്കൊക്കെ വന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാതരം പ്രേക്ഷകരും തൃപ്തിപ്പെടുത്തുന്ന ഒരു ടൈപ്പ് പടം പുള്ളി എടുത്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. എസ്പെഷ്യലി ഇപ്പോൾ പുള്ളിക്ക് ഒരു പൊളിറ്റിക്കൽ ബൂസ്റ്റാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ സർക്കാർ നല്ല പടമായിരുന്നു. ആ സമയത്ത് പുള്ളിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പുള്ളി കുറെ സിനിമയിലൂടെ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ പടത്തിനന്ന് പണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ AR മുരുകദാസിനോട് ഒന്ന് മാപ്പ് ചോദിക്കുന്നു. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ പടത്തിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പടം കണ്ടപ്പോൾ എനിക്കൊരു ഫീൽ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ അതായത് KVN പ്രൊഡക്ഷൻസിന് വിജയിനെ വെച്ചൊരു വലിയൊരു ലാഭം ഉണ്ടാക്കണം. അതുപോലെ വിജയ്ക്ക് തന്റെ പൊളിറ്റിക്കൽ കരിയറിന് പ്രൊപ്പഗാൻഡായിട്ടുള്ള ഒരു പടം വേണം. H വിനോദ് നമ്മുടെ അജിത്തിന്റെ നിന്ന് രക്ഷപ്പെട്ട് നല്ലൊരു ഹിറ്റും വേണം. അപ്പൊ ഇവര് 3 പേരും കൂടി ചേർന്ന് ഈ പടം ഉണ്ടാക്കി. അതായത് ഇപ്പൊ ഈ ചെന്നൈ ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ പോണ ബസ്സുകളിൽ എന്ത് ചെയ്യിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലിൽ നിർത്തും. അപ്പൊ ആ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും, കുറച്ച് കമ്മീഷനും കിട്ടും. അപ്പോൾ ഈ ഹോട്ടലിലിപ്പോൾ നമ്മൾ യാത്രക്കാർക്ക് പിടിച്ചോളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് എന്താ കിട്ടിയെച്ചാൽ അത് കണ്ടിരിക്കണം. അതായത് അവിടുന്ന് എന്താ കിട്ടിയെച്ചാൽ അത് കഴിച്ചിരിക്കണം.
ഓ, അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. ആക്ച്വലി വിജയുടെ ഫാൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സിനിമ. അതായത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ മംഗലം ഡാമിനും തളപതി ബോയ്സിനൊക്കെ ഈ പടം വളരെ സെലിബ്രേഷൻ ആയിരിക്കും. പിന്നെ പറയാനുള്ളത്, ഈ പടത്തോടെ വിജയ് തൻ്റെ സിനിമാ കരിയർ അവസാനിപ്പിച്ച് മൊത്തമായിട്ടും തൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സോ തളപതി വിജയുടെ ഒരു അഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്കിനെ നികത്താൻ പറ്റാത്ത ഒന്നാണ്. സോ പുള്ളിക്കൊരു ഫെയർവെല്ലാണ് ഈ പടം. ആക്ച്വലി ഈ പടം ഒരു നല്ല ലെവലിലേക്ക് വന്നോ ഇല്ലയോ, വിൽ മിസ് യു സർ. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക്